ആലപ്പുഴയിലും ശുചിമുറി അപകടമുണ്ടായിരിക്കുന്നു. PWD റെസ്റ്റ് ഹൌസിലെ ബാത്റൂമിലെ കോൺക്രീറ്റ് സീലിംഗ് ആണ് ഇളകി വീണത്. ലീഗൽ മെട്രോളജി തിരുവനന്തപുരം ഓഫീസിലെ ഉദ്യോഗസ്ഥൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ശുചിമുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് സീലിംഗ് ഇളകി വീണത്. ശരത് SS വിവരങ്ങളുമായി. ശരത്, ഇവിടെയും കെട്ടിടത്തിന്റെ പഴക്കം തന്നെയല്ലേ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്? എന്താണ് ഒരു വിശദീകരണം ലഭിക്കുന്നത്? സ്മൃതി, ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. രാവിലെ 8:30 കൂടിയായിരുന്നു ഇദ്ദേഹം ഇത്തരത്തിൽ ബാത്റൂമിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ഒരു പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരത്തെ ലീഗൽ മെട്രോളജി ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്. തുടർന്ന് ബാത്റൂമിൽ പോയി പുറത്തിറങ്ങിയ സമയത്താണ് പിന്നാലെ തന്നെ ഈ സീലിംഗിന്റെ ഒരു കോൺക്രീറ്റ് പാളി അടർന്നു വീഴുന്നത്. അതായത് തലനാരി ഇഴയ്ക്കാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. കുറച്ചുകൂടി മുൻപാണ് വീഴുന്നതെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് തന്നെയായിരുന്നു അത് വീഴുക. വലിയൊരു അപകടത്തിന് കൂടി സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങിയത് കൊണ്ട് മാത്രമാണ് ആ ഒരു അപകടം ഒഴിവായത് എന്നുള്ളതാണ്. ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തന്നെയാണ് ഈ ഒരു സംഭവത്തിന് കാരണം. കെട്ടിടം പലതവണ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ രീതിയിൽ കെട്ടിടം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത്തരത്തിലുള്ള കാലപ്പഴക്കം മൂലം തന്നെയാണ് ഇത്തരത്തിൽ സീലിംഗിന്റെ ഒരു പാളി അടർന്നു വീണിട്ടുള്ളത്. എന്തായാലും വലിയ അപകടങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഈ സംഭവം ഇപ്പോഴും ആ കെട്ടിടം കാലപ്പഴക്കം മൂലം ആ രീതിയിലുള്ള അപകട സാധ്യതകൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. നിലവിൽ എന്തായാലും മറ്റു പരിക്കുകളില്ലാത്തതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചികിത്സയൊന്നും തേടിയിട്ടില്ല. നിലവിൽ അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ശരി, ശരത് SS ആണ് വിവരങ്ങൾ നൽകിയത്.